ഉയർപ്പ് 5-ാം ഞായർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. 72 ശിഷ്യന്മാരെ അയക്കുന്നു. തന്റെ ഉയർപ്പിന് ശേഷം 1-ാമത്തെ ആഴ്ചയിൽ മഗ്ദല മറിയത്തിന്, തോമാസ് ശ്ലീഹായ്ക്ക്, പത്രോസിന്, കഴിഞ്ഞ ആഴ്ചയിൽ 12 ശിഷ്യന്മാർക്ക് കഴിഞ്ഞ് ഇന്ന് ഈ 5-ാം ആഴ്ചയിൽ 72 പേരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. രണ്ട് പേരായിട്ടാണ് അവരെ അയക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ കൂട്ടായ്മ അത്രയേറെ അത്യന്താപേക്ഷിതമാണ്. 2-3 പേർ കൂടുന്നിടത്ത് അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും എന്നാണല്ലോ വചനം പറയുന്നത്. ദൈവം തന്നെ 3 പേരുടെ കൂട്ടായ്മയാണല്ലോ. ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് ദൈവം അവനൊരു സഖിയെ നൽകുന്നുണ്ടല്ലോ. ഒറ്റയായി നടന്ന കായൽ എത്ര അപകടകാരിയാണെന്ന് ചരിത്രം പറയുന്നു. നിന്റെ സഹോദരനായ ആബേൽ എവിടെയെന്ന ചോദ്യത്തിനും ഞാനല്ല അവന്റെ കാവൽക്കാരൻ എന്ന ധാർഷ്ട്യത്തോടു കൂടിയുള്ള മറുപടി ഈ കൂട്ടായ്മയെ ലംഘിക്കുന്ന മനോഭാവമാണ്. കൂട്ടം വിട്ട് നടന്ന യൂദാസ്കറിയാത്തയുടെ പതനവും ഇതിന് ഉദാഹരണമാണ്. ജോസഫ് എന്ന സഹോദരനെ വിറ്റ് കാശാക്കിയ യാക്കോബിന്റെ മക്കൾ ഇസ്രായേൽ ചരിത്രം തന്നെ മാറ്റി എഴുതിയവരാണ്. പിന്നീട് മോശയെ വിളിക്കുമ്പോൾ അവന്റെ പരാതികളിൽ താങ്ങായി അഹ്റോനെ നൽകുന്നു. യേശുവും അതേ കൂട്ടായ്മ തന്നെയാണ് തന്റെ ശിഷ്യരിലും നടപ്പിലാക്കുന്നത്. കൂട്ടം പിരിഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് പ്രകൃതം ദൈവിക പദ്ധതിയെ തകിടം മറിക്കും. അതിനാൽ നമ്മുടെ ഏതു പ്രവൃത്തിയിലും കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. കുടുംബത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും ടീം വർക്ക് നഷ്ടപ്പെട്ടാൽ സാത്താൻ അവിടെ താവളമടിക്കും. കൂട്ടായ്മയുടെ വേദിയായ രൂപതയിലും ഇടവകയിലും കുടുംബ സമ്മേളനങ്ങളിൽ നിന്നുമാറി നിൽക്കുന്നവരിലൂടെ സാത്താൻ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കും. ലൂക്കാ 9-ാം അധ്യായത്തിൽ യേശു 12 അപ്പസ്തോലന്മാരെയാണ് അയക്കുന്നത്. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ലൂക്കാ 10-ാം അധ്യായത്തിൽ അതേ പ്രവൃത്തികൾ ചെയ്യാൻ 72 പേരെ നിയമിച്ചുകൊണ്ട് അറിയപ്പെടുന്ന എല്ലാ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും തനിക്ക് മുമ്പേ പോകാൻ അവരെ നിയോഗിക്കുന്നു. വിശുദ്ധ സ്നാപയോഹന്നാനെ പോലെ വഴിയൊരുക്കുന്ന ജോലി തന്നെയാണ് അവർക്കുമുള്ളത്. അയക്കപ്പെടുമ്പോൾ ഫലം ലഭിക്കണമെങ്കിൽ സ്വന്തം ശക്തിയിൽ ഒരിക്കലും ആശ്രയിക്കരുത്. നാമല്ല, ദൈവമാണ് നമ്മെ അയക്കുന്നത്. നാം ദൈവത്തിന്റെ പ്രയോജനമില്ലാത്ത വെറും ജോലിക്കാർ മാത്രമെന്ന ചിന്ത എപ്പോഴും ഉണ്ടാകണം. യേശുവിന്റെ സഭയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ആരോഹണാധികാരങ്ങൾ ഇവിടെയും നാം കാണുന്നു. പത്രോസ് മാർപ്പാപ്പ, അപ്പസ്തോലന്മാർ, മെത്രാന്മാർ, 72 ശിഷ്യർ, പുരോഹിതൻ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ദൈവജനം എന്നിങ്ങനെ ആ സജ്ജീകരണം ഇന്നും തുടരുന്നു. ഇസ്രായേലിൽ കുടിയേറിപ്പാർത്ത യാക്കോബിന്റെ 12 മക്കൾ ഇസ്രായേലിനെയും അവരോടൊപ്പം ചേർന്ന 72 പേർ ലോകജനതയെയും പ്രതിനിധാനം ചെയ്യുന്നു. കാരണം ലോകത്തിൽ അന്നറിയപ്പെടുന്ന 72 ജനതകളായിരുന്നു അത്രേ. സാർവത്രികവും സാർവജനീയവുമായ രക്ഷയാണ് ഇത് വെളിവാക്കുന്നത്. അതുകൊണ്ട് യേശു അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്ത 12 എന്ന സംഖ്യയ്ക്കും 72 എന്ന സംഖ്യയ്ക്കും ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളുണ്ട് എന്ന് ചുരുക്കം. അന്നു മുതൽ ഇന്ന് വരെ ഐക്യപ്പെടുന്ന എല്ലാവർക്കും നൽകുന്ന ഉപദേശം ഒന്ന് തന്നെയാണ്: വിളവധികം, വേലക്കാര് ചുരുക്കം. അതിനാൽ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ 98% ഇനിയും യേശുവിനെ അറിയപ്പെടാത്ത പൊട്ടക്കിണറ്റിലെ ജലത്തിൽ നിന്ന് ദാഹം തീർക്കുന്നവരാണ്. ദൈവജനമാകുന്ന വിത്ത് വീഴാത്ത ആ ഇടങ്ങളിൽ വിത്ത് വിതയ്ക്കപ്പെട്ട് കൊയ്തെടുക്കുവാൻ ഇനിയും എത്രയധികം വേലക്കാരെ ലഭിച്ചാലും അധികമാകുകയില്ല. അതിനിറങ്ങിത്തിരിക്കുമ്പോൾ സർപ്പങ്ങളെപ്പോലെ ബുദ്ധിയും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. കാരണം യഥാർത്ഥ ദൈവത്തെ അറിയാത്തവർ അവരോട് അനുരൂപരാതെ വധിക്കുവാനും പീഡിപ്പിക്കുവാനും ഒരുങ്ങി നിൽക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ആവശ്യമെങ്കിൽ അവനു വേണ്ടി മരിക്കുവാനും ശിഷ്യർ തയ്യാറാകണം. പ്രതിസന്ധികൾ ശിഷ്യന്റെ കൂടപ്പിറപ്പാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കുക. മക്കൾക്ക് അത് പറഞ്ഞു പഠിപ്പിക്കുക. വഴിതെറ്റാൻ മയക്കുമരുന്ന്, ലൗജിഹാഹ് തുടങ്ങിയ ആകർഷണ വസ്തുക്കളും അബദ്ധ സിദ്ധാന്തങ്ങളുമായി സാത്താൻ ഇടറി നടക്കുന്നുണ്ട്. പണസഞ്ചിയുടെയോ ഊന്നുവടിയുടെയോ ചെരുപ്പിന്റെയോ സംരക്ഷണം യേശു ശിഷ്യന് ആവശ്യമില്ല. അതിലൊക്കെ ആശ്രയിക്കുന്നവർ ദൈവത്തിലല്ല, തന്നിൽ തന്നെയാണ് ആശ്രയം വയ്ക്കുന്നത്. പറവകൾക്ക് കൂടും കുറുനരികൾക്ക് മാളങ്ങളുമുണ്ട്. എന്നാൽ നാം പിന്തുടരുന്ന മനുഷ്യപുത്രന് തല ചായ്ക്കാൻ പോലും ഇടമില്ല എന്ന വചനമാണ് ക്രിസ്തു ശിഷ്യന്റെ വഴി. വിളമ്പുന്നത് ഭക്ഷിക്കുക. ദൈവദാസൻ കൂലിക്ക് അർഹനാണ്. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ.
അതിമോഹവും ആർത്തിയും വെടിയുക. ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും രുചിയേറിയ ഭക്ഷണം. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയും കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൗതിക സൗകര്യങ്ങളിലും സുഖ സൗകര്യങ്ങളിലും ആശ്രയം വയ്ക്കരുത്. ദൈവം മാത്രമാണ് ഉറപ്പുള്ള കോട്ട. ദൈവം കൂടെയുള്ളവന് പിന്നെ ആശങ്കകളെയും ആകുലതകളെയും ആവശ്യമില്ല. ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തിന് സമാധാനം ആശംസിക്കുക. അതുമാത്രമായിരിക്കട്ടെ ഒരു ശിഷ്യന്റെ വാക്കുകൾ. മിതഭാഷണം വിദ്വാനഭൂഷണം എന്നാണല്ലോ ചൊല്ല്. നമ്മുടെ വാക്കിലും സംക്രമങ്ങളിലും സമാധാനമായിരിക്കട്ടെ നിറഞ്ഞു നിൽക്കുന്നത്. ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിങ്ങളുടെ സമാധാനം തങ്ങി നിൽക്കും. അനാവശ്യമായി ആരെയും അഭിവാദനം ചെയ്യരുത്. അവരിലെ ദൂഷ്യങ്ങളെ നിങ്ങളെ വന്ന് പൊതിയും. രോഗികളെയും ആലംബഹീനരെയും പരിഗണനയോടെ ശുശ്രൂഷിക്കുക. അവർക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ ശക്തി പകർന്നു നൽകുക. മനസ്സിന്റെ സൗഖ്യമാണ് ഏറ്റവും നല്ല ചികിത്സ. പണവും സമ്പത്തും നൽകുവാനല്ല ക്രിസ്തു ശിഷ്യൻ ഇറങ്ങിപ്പുറപ്പെടേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആയുരാരോഗ്യ കേന്ദ്രങ്ങളിലും പിന്നെ യേശുവിനെ നൽകിയില്ലെങ്കിൽ അവ ദുഷ്പ്രയോജനകരമായ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തികളിലും സാന്നിധ്യങ്ങളിലും ഈ ലോകത്തിൽ ദൈവരാജ്യം സംസാരിക്കാനുള്ള ഉപാധികൾ മാത്രമാണ്. ദൈവരാജ്യ പ്രഘോഷണം നടത്തുമ്പോൾ ആരെങ്കിലും നിങ്ങളെ എതിർക്കുകയോ അത് നിരാകരിക്കുകയോ ചെയ്യുന്നെങ്കിൽ ആ നഗരത്തിൽ വെച്ച് തന്നെ നിങ്ങളുടെ കാലിലെ പൊടി പോലും അവരുടെ മുമ്പിൽ വെച്ച് തട്ടിക്കളയണം. അവർ ഏറ്റുവച്ചിരിക്കുന്ന ദുശ്ശീലങ്ങളും ദുർമൂല്യങ്ങളും നിങ്ങളെ ഒരിക്കലും ബാധിക്കാതിരിക്കട്ടെ. അവരുടെ പാപത്തിന്റെ ഫലം അവർ തന്നെ അനുഭവിച്ചു കൊള്ളും.